നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാണി കേന്ദ്ര കഥാപാത്രമായി എത്തിയ സൂര്യ ഈസ് സാറ്റർഡേ എന്ന സിനിമ കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ പടം കണ്ടു തീർത്തത്. കുറച്ച് തിരക്കുകളാണ് അതിന് കാരണം. ഇതിൻ്റെ തമിഴ് ഡബ്ബിംഗ് ആണ് ഞാൻ കണ്ടത്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. അപ്പോൾ വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ തെലുങ്ക് നടന്മാരിൽ എല്ലാ തരം റോളുകളും ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് നാണി. ഇപ്പോൾ റൊമാൻറ്റിക് വേഷമായാലും മാസായാലും ക്ലാസ്സായാലും എല്ലാം അദ്ദേഹത്തിൻ്റെ രീതിയിൽ മികച്ചതാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. സിനിമയുടെ തുടക്കം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിലും സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ശൈലി തന്നെയാണ് നായകൻ്റെ ചെറുപ്പകാലം. അവിടെ നായകൻ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങൾ, അമ്മയോടുള്ള അമിതമായ സ്നേഹവും, അമ്മ മരണപ്പെടുമ്പോഴുണ്ടാവുന്ന നായകൻ്റെ സെൻറ്റിമെൻറ്റ് സീനുകൾ ഒക്കെ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ നേരം നായകൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. അത് ഏകദേശം പ്രേക്ഷകരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തിരക്കേടില്ല എന്ന് വേണം പറയാൻ. പിന്നെ നായകൻ്റെ എൻട്രി, അവിടുന്ന് തൊട്ട് സിനിമ നന്നായി ലാഗടിപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ നേരം സിനിമ എങ്ങനെയാണ് കണ്ടു തീർത്തതെന്ന് യാതൊരു നിശ്ചയവുമില്ല. അത്രയ്ക്ക് ബോർ തന്നെയായിരുന്നു കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ സിനിമയുടെ ഇൻ്റർവെൽ കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി സിനിമയുടെ ഭേദപ്പെട്ട സീനുകളായിട്ട് കാണാൻ തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ആക്ഷൻ രംഗങ്ങളും മാസ് ഡയലോഗുകളൊക്കെ ഇൻ്റർവെല്ലിന് ശേഷമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമയുടെ നായികയുടെ കഥാപാത്രം ഒരു പോലീസുകാരിയാണ്. പക്ഷേ ധൈര്യമൊന്നുമില്ല. ഒരു പാവം പെൺകുട്ടിയായിട്ടാണ് അത് അഭിനയിക്കുന്നത്. ഒരു വിധം ആവറേജ് അഭിനയമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. മൊത്തമായി പറഞ്ഞാൽ സിനിമ ഒരു ബിലോ ആവറേജ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. സിനിമ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായത്തിൽ നിന്നും മാറിയേക്കാം സിനിമ കണ്ടാൽ മാത്രം. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് യോജിക്കാം, അല്ലാത്തവർ തെറി വിളിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അഭിപ്രായ വ്യത്യാസം പലർക്കും ഉണ്ടാവാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.